നമസ്കാരം. ഈ ലാബ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാമിന് വേണ്ടി ഞാൻ ജോസഫ് ചാക്കോ. എ ടു ഇസഡ് ചലഞ്ചിൻ്റെ പാർട്ട് 15ലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതൊരു പ്ലേലിസ്റ്റാണ്. എ ടു ഇസഡ് ചലഞ്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ എല്ലാ കൺസ്ട്രക്ഷൻസും എല്ലാ സെൻറ്റൻസ് പാറ്റേൺസും പഠിക്കാനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രാമാണ്. ഇത് നിങ്ങൾ പാർട്ട് 1 മുതൽ കാണുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും ലാംഗ്വേജിനെ കുറിച്ചുള്ള ഇംഗ്ലീഷിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നേടുവാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് ക്ലാസ് കാണുന്നവരെ നോട്ട് കുറിക്കുന്നത് നല്ലതാണ്. അതുപോലെ വോക്കൽ പ്രാക്ടീസ്, പഠിപ്പിച്ചു തരുന്ന സെൻറ്റൻസുകൾ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു പഠിക്കുന്നതും നല്ലതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടും. കാരണം ക്ലാസ് മുന്നോട്ട് പോകുന്നതാണ്. ഗ്രാമറിൻ്റെ എല്ലാ ടോപ്പിക്കുകളും നിങ്ങളെ പഠിപ്പിച്ചു തരും. അതായത് ഫോർമൽ റിട്ടൺ ലാംഗ്വേജ് മുതൽ ഇൻഫോർമൽ സ്പോക്കൺ ഇംഗ്ലീഷ് വരെ നമുക്കിതിൽ പരിശീലിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ലെസൺസും അതിനുള്ള പരിശീലനവുമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത്. പുതിയ ഒരു സെൻറ്റൻസ് പാറ്റേൺ, ഒരു കൺസ്ട്രക്ഷൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരികയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അതായത് ഒരാളുടെ സ്വഭാവം, ഒരു പ്രകൃതി സത്യം, അല്ലെങ്കിൽ എന്നും പതിവായി ചെയ്യുന്ന ഒരു കാര്യം, ഇതെല്ലാം പറയാൻ എന്നും പ്രസൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വിവരിക്കുവാനാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നിശ്ചിത സമയത്ത് തുടങ്ങി ഒരു നിശ്ചിത സമയത്ത് അവസാനിച്ച ഒരു പ്രവൃത്തി. ഇപ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ യാതൊന്നും അവശേഷിക്കുന്നില്ല. അത് തുടങ്ങി തീർത്തു. അത് പാസ്റ്റിൽ ഒരു നിശ്ചിത സമയത്താണ്. അതെങ്ങനെ പറയാൻ സാധിക്കും? ഈ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ കൊണ്ട് വളരെയധികം പ്രയോജനം നമുക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് പറയുന്നത് പാസ്റ്റിലെ ഒരു സംഭവം വിവരിക്കാനായിട്ട് ഈ സെൻറ്റൻസ് ഉപയോഗിക്കും. മറ്റൊരു ഉപയോഗം ഒരു കഥ അവതരിപ്പിക്കാൻ. തീർച്ചയായും നമുക്കറിയാമല്ലോ, ഒരു കഥ അവതരിപ്പിക്കുമ്പോൾ, ഒരു കഥ പറയുമ്പോൾ അത് കഴിഞ്ഞുപോയ സംഭവങ്ങളാണ് നാം വിവരിക്കുന്നത്. അതിന് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഒരു സെൻറ്റൻസ് പാറ്റേൺ ആണ്. ഇത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനും പ്രയോജനപ്പെടും, സംസാരിക്കാൻ അതിലേറെ പ്രയോജനപ്പെടും. അതുകൊണ്ട് അക്കാഡമിക് പർപ്പസിനും സ്പോക്കൺ ലാംഗ്വേജ് പരിശീലനത്തിനും ഒക്കെ ഏറെ പ്രസക്തമായ ഒരു ടോപ്പിക്കാണിത്. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ തീർച്ചയായും ഇത് കാണണം. ചെറിയ ചെറിയ നോട്ടുകൾ, നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് കുറിച്ച് വെക്കുകയും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വിജയം ഉറപ്പാണ്. അക്കാഡമിക് പർപ്പസിന് വളരെ പ്രയോജനപ്പെടുന്നതാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സെൻറ്റൻസ് പാറ്റേൺ, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആ പേരിൽ തന്നെ ഉണ്ട്. സിമ്പിൾ ആണ്, പാസ്റ്റ് ആണ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ സംഭവമാണ്. സിമ്പിൾ പാസ്റ്റ്, കഴിഞ്ഞു പോയ സംഭവം. നമുക്കറിയാമല്ലോ, നമ്മൾ വെർബിന് 5 രൂപങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ഏതൊക്കെയാണ്? ഒന്ന് ഞാനൊന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ബേസ് ഫോം, എസ് ഫോം, V2, V3, ING. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഗോ, ഗോസ്, വെൻറ്റ്, ഗോൺ, ഗോയിങ്. ഇതാണ് 5 രൂപങ്ങൾ. അതിൽ ആദ്യത്തെ 2 രൂപങ്ങൾ പ്രസൻ്റ് ആണ്. അതായത് ഗോ, ഗോസ് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്. ഗോ എന്ന് പറഞ്ഞാൽ പ്ലൂറലും ഗോസ് എന്ന് പറഞ്ഞാൽ സിംഗുലറുമാണ്. അതിൻ്റെ ഉപയോഗം നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ സെൻറ്റൻസ് പാറ്റേണിൽ ഒരിക്കലും ഈ എസ് ഫോം ബേസ് ഫോം നമുക്ക് ആവശ്യമില്ല. ഇതിൽ ഒരേ ഒരു ഫോം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ, V2. പാസ്റ്റ് ടെൻസ് ഗോ, ഗോസ്, വെൻറ്റ്, ഗോൺ, ഗോയിങ്. ഇതിൽ V2 അതായത് വെൻറ്റ്, രണ്ടാമത്തെ രൂപം, അതാണ് നമ്മൾ ഈ സെൻറ്റൻസ് പാറ്റേണിൽ, ഈ സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു സെൻറ്റൻസിലെ വേർഡ് ഓർഡർ, നാച്ചുറൽ വേർഡ് ഓർഡർ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ആദ്യം സബ്ജക്റ്റ് വരും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് സബ്ജക്റ്റ്. രണ്ടാമത് വെർബ് വരും. അതായത് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതായിരിക്കും വരിക. മൂന്നാമത് വരുന്നത് സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് ആരോ അതാണ് മൂന്നാമത് വരുന്നത്, അതായത് ഓബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ് എന്നാണ് എല്ലാ സെൻറ്റൻസിലെയും നാച്ചുറൽ വേർഡ് ഓർഡർ, എല്ലാ സ്റ്റേറ്റ്മെൻറ്റിലെയും വേർഡ് ഓർഡർ. ഇവിടെയും അത് തന്നെയാണ്.
സിമ്പിൾ പാസ്റ്റ് പഠിക്കുമ്പോഴും ഈ വേർഡ് ഓർഡറിന് വ്യത്യാസമില്ല. സബ്ജക്റ്റിനോടുകൂടി വെർബിൻ്റെ രണ്ടാമത്തെ രൂപം, അതായത് V2 അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് V2 ഓർ പാസ്റ്റ് ടെൻസ് പ്ലസ് ഒബ്ജക്റ്റ്, ഇതായിരിക്കും ഇതിൻ്റെ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ, അതായത് പാറ്റേൺ. അത് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കണം. വളരെ സിമ്പിളാണ്, പക്ഷേ ഏറ്റവും അധികം നിത്യജീവിതത്തിൽ ഏറ്റവും അധികം പറയാനും എഴുതാനും കറക്റ്റ് ഇംഗ്ലീഷ് എഴുതുവാനും കൃത്യമായ ഭാഷ സംസാരിക്കുവാനും നമ്മളിത് പഠിച്ചേ പറ്റും. പക്ഷെ വളരെ സിമ്പിളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഇതിൻ്റെ ഉപയോഗം ഞാൻ നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കാം. കഴിഞ്ഞുപോയ ഒരു സമയത്ത്, ഒരു നിശ്ചിത സമയത്ത് തുടങ്ങി നിശ്ചിത സമയത്ത് അവസാനിച്ചു. ആ പ്രവർത്തനം തീർന്നു. ആ പ്രവർത്തനം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ 1 മണിക്കൂർ, 2 മണിക്കൂർ, ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷമൊക്കെ ഒരു പക്ഷേ കടന്നു പോയിരിക്കാം. സംഭവം പാസ്റ്റിലാണ്. ഉപയോഗവും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പാസ്റ്റിൽ ഒരു സംഭവം നമ്മൾ പറയുമ്പോൾ ഏതാനും ചില ടൈം എക്സ്പ്രഷൻസ് നമ്മളവിടെ ഉപയോഗിക്കും. ആ ടൈം എക്സ്പ്രഷൻസ് തീർച്ചയായും പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന ടൈം എക്സ്പ്രഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് യെസ്റ്റർഡേ, ഇന്നലെ. ഞാൻ അവനെ ഇന്നലെ കണ്ടു. ഐ സോ ഹിം യെസ്റ്റർഡേ. ഐ സോ ഹിം യെസ്റ്റർഡേ. ഐ എന്നത് സബ്ജക്റ്റ് ആണ്. സോ എന്നത് സി എന്ന വെർബിൻ്റെ V2 ആണ്, അതായത് പാസ്റ്റ് ആണ്. സോ രണ്ടാമത്തെ രൂപം. സബ്ജക്റ്റിൻ്റെ നമ്പർ ഇവിടെ ബാധകമല്ല. അത് സിംഗുലർ ആയിരുന്നാലും പ്ലൂറൽ ആയിരുന്നാലും വെർബിൻ്റെ രണ്ടാമത്തെ രൂപം മാത്രമാണ് ഉപയോഗിക്കുക. പക്ഷേ സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ പഠിച്ചപ്പോൾ സബ്ജക്റ്റിൻ്റെ നമ്പറും വെർബിൻ്റെ രൂപവും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. സബ്ജക്റ്റ് സിംഗുലർ ആയിരുന്നപ്പോൾ യെസ് ഫോമും സബ്ജക്റ്റ് പ്ലൂറൽ ആയിരുന്നപ്പോൾ ബേസ് ഫോമുമാണ് ഉപയോഗിച്ചത്. അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, പതിവുള്ള കാര്യം പറയാൻ. പക്ഷേ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞുപോയ ഒരു സംഭവം പറയുമ്പോൾ അത് സബ്ജക്റ്റിൻ്റെ നമ്പർ അവിടെ ബാധകമല്ല. സബ്ജക്റ്റിൻ്റെ നമ്പർ സിംഗുലർ ആകാം, പ്ലൂറൽ ആകാം. പക്ഷേ വെർബിന് ഒരേ ഒരു രൂപമേ ഉള്ളൂ. അത് വെർബ് 2 ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഓബ്ജക്റ്റ്. ഞാൻ അവനെ ഇന്നലെ കണ്ടു. ഐ സോ ഹിം യെസ്റ്റർഡേ. ഐ ബോട്ട് ഇറ്റ് ലാസ്റ്റ് വീക്ക്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇത് വാങ്ങി. കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ടൈം എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക. ഒന്ന് യെസ്റ്റർഡേ ആണ്, മറ്റൊന്ന് ലാസ്റ്റ് നൈറ്റ് എന്ന് പറയാം, കഴിഞ്ഞ രാത്രി. ഐ മെറ്റ് ഹിം ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ രാത്രി ഞാൻ അവനെ കണ്ടു. ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ. ഇനി കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു വർഷത്തിൻ്റെ പേര് പറയുമ്പോൾ ആ വർഷം ചേർത്താൽ മതിയാവും. ഇൻ 1950, ഇൻ 1993, ഇൻ 1924. അപ്പോൾ കഴിഞ്ഞുപോയ പാസ്റ്റിലെ ഒരു സമയം പറയുമ്പോൾ ഇൻ എന്നതിന് ശേഷം ആ വർഷം ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. ആദ്യമായി വരേണ്ടത് കഴിഞ്ഞുപോയ ഒരു സംഭവം വിവരിക്കാൻ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് പാറ്റേൺ ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. കഴിഞ്ഞുപോയ ഒരു സംഭവം കഥയായി അവതരിപ്പിക്കുമ്പോൾ നമ്മളെ സഹായിക്കുന്ന ടെൻസാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഇതാണ് ഇതിൻ്റെ ഉപയോഗം. മറ്റൊന്ന് നമ്മൾ പഠിക്കേണ്ടത് വെർബിൻ്റെ രൂപമാണ്. വെർബിൻ്റെ രൂപം V2 ആണ്, അതായത് പാസ്റ്റ് ടെൻസ് ആണ്. ഓർക്കുന്നുണ്ടോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ പഠിച്ചത് ഡു ഓർ ഡസ് എന്ന 2 ഓക്സിലറി വെർബ് ഉപയോഗിക്കണമെന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡൂവിൻ്റെയും ഡസിൻ്റെയും പാസ്റ്റായ ഡിഡ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ സെൻറ്റൻസിൻ്റെ നെഗറ്റീവും ഇതിൻ്റെ ക്വസ്റ്റ്യനും ഒക്കെ പഠിക്കും. അപ്പോൾ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേർഡാണ്, ഓക്സിലറി വെർബാണ് ഡിഡ്. അത് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് എപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നാലും, എപ്പോൾ അതിൻ്റെ ഉപയോഗം നമ്മുടെ മനസ്സിലേക്ക് വന്നാലും നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ വെർബിൻ്റെ രൂപമാണ്. വെർബിൻ്റെ രൂപം V2 ആണ്. ഓക്സിലറി വെർബ് ഡിഡ് ആണ്. പിന്നെ നമ്മൾ ഓർക്കേണ്ടത് ചില ടൈം എക്സ്പ്രഷൻസ് ആണ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യെസ്റ്റർഡേ, ലാസ്റ്റ് നൈറ്റ്, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മൺഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഇയർ, ഇൻ 1950, ഇൻ 2023, ഇൻ 2024. ഇതെല്ലാം പാസ്റ്റിലെ ടൈമാണ്. അപ്പോൾ ഓർക്കുക, സിമ്പിൾ പാസ്റ്റ് നമ്മൾ പറയുമ്പോൾ പാസ്റ്റിലെ ഒരു സ്പെസിഫിക് സമയം അവിടെ പറഞ്ഞിരിക്കണം.
എങ്കിൽ മാത്രമേ അത് സിമ്പിൾ പാസ്റ്റ് ആവുകയുള്ളൂ. ഒരു സ്പെസിഫിക് ടൈം. അതുകൊണ്ടാണ് ഈ ടെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാസ്റ്റിൽ ഒരു നിശ്ചിത സമയത്ത് പൂർത്തിയായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പാസ്റ്റിൽ ഒരു ടൈം എക്സ്പ്രഷൻ നമ്മളവിടെ ഉപയോഗിച്ചിരിക്കണം. അത് ഇന്നലെ എന്നാകാം, കഴിഞ്ഞ മാസമാകാം, കഴിഞ്ഞ രാത്രിയാകാം, കഴിഞ്ഞ ആഴ്ചയാകാം, ഏതെങ്കിലും വർഷം പറയുമ്പോൾ അത് ആകാം. ഐ വെന്റ് കോട്ടയം യെസ്റ്റർഡേ. ഐ സബ്ജക്റ്റ് ആണ്. വെന്റ് എന്ന് പറയുന്നത് ഗോ എന്ന വെർബിന്റെ V2 ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. ഐ വെന്റ് കോട്ടയം യെസ്റ്റർഡേ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ കോട്ടയത്ത് പോയി, ഇന്നലെ ഞാൻ പോയി. അത് സ്പെസിഫിക് ടൈം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഷീ എയ്റ്റ് ഹെർ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM. പ്രഭാത ഭക്ഷണം അവൾ 8 മണിക്ക് കഴിച്ചു. സ്പെസിഫിക് ടൈം അവിടെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചു. അതിൻ്റെ ദഹന പ്രക്രിയയും കഴിഞ്ഞു. അതിനെ സംബന്ധിക്കുന്ന തെളിവുകളൊന്നും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. 8 മണിക്ക് കഴിച്ചു. ആ കഴിച്ചതിൻ്റെ ആക്ഷനും അത് പൂർത്തിയായി, അതിൻ്റെ ഫലവും എല്ലാം പൂർത്തിയായി. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമുക്ക് ഒരാളുടെ ചോദിക്കുക എപ്പോഴാണെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? ഞാൻ അപ്പോൾ പറയാം, ഞാൻ രാവിലെ 8 മണിക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് സ്പെസിഫിക് ടൈമാണ്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഈറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റായ ATE എന്ന വെർബിൻ്റെ ഫോമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദേ കംപ്ലീറ്റഡ് ദ വർക്ക്സ് ലാസ്റ്റ് ഈവനിങ്. ഇന്നലെ സന്ധ്യ ആയപ്പോൾ അവരുടെ പണികൾ അവർ പൂർത്തിയാക്കി. ദേ കംപ്ലീറ്റഡ് ദ വർക്ക്സ് ലാസ്റ്റ് ഈവനിങ്. അവരുടെ പണികളെല്ലാം ഇന്നലെ പൂർത്തിയാക്കി. കംപ്ലീറ്റഡ് എന്ന വെർബ്, കംപ്ലീറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, V2 ആണ്. ഹി കെയിം ഓൺ ലാസ്റ്റ് സൺഡേ. കഴിഞ്ഞ ഞായറാഴ്ച അവൻ വന്നു. ഏതാണ് ഈ കെയിം എന്ന് പറയുന്ന വേർഡ്? നമുക്ക് എവിടുന്ന് കിട്ടി? കം എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കെയിം. കം, കെയിം, അതായത് വെർബിൻ്റെ രണ്ടാമത്തെ രൂപം, പാസ്റ്റ് ടെൻസ്. ഹി കെയിം ഓൺ ലാസ്റ്റ് സൺഡേ. കഴിഞ്ഞ ഞായറാഴ്ച അവൻ വന്നു. അവിടെ സ്പെസിഫിക് ടൈം പറഞ്ഞിട്ടുണ്ട്. ഏതാനും ചില എക്സസൈസ് കൂടെ നിങ്ങൾക്ക് ഞാൻ തരാം. ഫില്ല് ചെയ്യാനാണ്. കൃത്യമായ വെർബിൻ്റെ ഫോം ഉപയോഗിച്ച് ആ സെൻറ്റൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. സെൻറ്റൻസ് ഇതാണ്: ഐ ബ്രാക്കറ്റിൽ വാച്ച് എ മൂവി ലാസ്റ്റ് നൈറ്റ്. ആ ആശയം വ്യക്തമാണ്. ഇന്നലെ രാത്രിയിൽ ഞാനൊരു സിനിമ കണ്ടു. വാച്ച് എന്ന് പറയുന്ന വെർബാണ് അവിടെ തന്നിരിക്കുക. വാച്ച് എന്ന് പറയുന്ന വെർബിൻ്റെ ഏത് രൂപമാണ് നമ്മൾ ഉപയോഗിക്കുക? വാച്ച് എന്ന് പറയുന്ന വെർബിൻ്റെ രണ്ടാമത്തെ രൂപമായ V2 ആയ വാച്ച്ഡ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് പറയാം. ഐ വാച്ച്ഡ് എ മൂവി ലാസ്റ്റ് നൈറ്റ്. ഷീ ഡാഷ് ബ്രാക്കറ്റിൽ ഗോ ടു ഷോപ്പ് യെസ്റ്റർഡേ. ഇന്നലെ കടയിൽ പോയി. ഷീ ഡാഷ് ഗോ. ഇന്നലെ എന്നൊരു വേർഡ് അവിടെ വന്നപ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം അത് കഴിഞ്ഞു പോയ സംഭവമാണ്, ഇന്നലത്തെ സംഭവമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഗോ എന്ന വെർബിൻ്റെ കൃത്യമായ രൂപം എന്തായിരിക്കും? അതിൻ്റെ V2 എന്ന് പറയുന്നത് വെന്റ് ആണ്. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? ഷീ വെന്റ് ടു ഷോപ്പ് യെസ്റ്റർഡേ. ദേ ഡാഷ് ഡിന്നർ അറ്റ് 6 PM. ഇന്നലെ 6 PM അവർ ഡിന്നർ കഴിച്ചു. ദേ ഡാഷ് ഡിന്നർ. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ശ്രദ്ധിക്കുക, ഈറ്റ് ആണ്. തീർച്ചയായും ഈറ്റ് പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് 6 മണിക്ക് കഴിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ സംഭവമാണ്. അത് 6 മണിക്ക് കഴിച്ചു എന്ന് പറയണമെങ്കിൽ ഈറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ രണ്ടാമത്തെ രൂപമായ 8 അവിടെ ഉപയോഗിക്കണം. അപ്പോൾ സെൻറ്റൻസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പറയാം? ദേ ate dinner at 6 PM. She dash read a book last week. She dash ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന റീഡാണ്, READ ആണ്, റീഡാണ്. എ ബുക്ക് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച അവൾ ഒരു ബുക്ക് വായിച്ചു. ഇത് നമുക്ക് എപ്പോഴും ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു വെർബാണ്. റീഡ് എന്ന് പറയുന്നത് READ. ഇതിൻ്റെ പാസ്റ്റ് എന്തായിരിക്കാം? പാസ്റ്റും സ്പെല്ലിംഗ് ഇത് തന്നെയാണ്, READ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ റെഡ് എന്നാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഷീ റെഡ് എ ബുക്ക് ലാസ്റ്റ് വീക്ക്. ഷീ റെഡ് എ ബുക്ക് ലാസ്റ്റ് വീക്ക്. ആ ഉച്ചാരണം തെറ്റിപ്പോയാൽ ആ സെൻറ്റൻസ് പൂർണ്ണമായിട്ടും അത് തെറ്റിപ്പോകും. ഗ്രാമാറ്റിക്കൽ റൂൾസ് പാലിക്കാൻ പറ്റാത്ത തെറ്റായ ഒരു സെൻറ്റൻസ് ആയി മാറും. ഒരിക്കലും ഷീ റീഡ് എന്ന് പറയത്തില്ല, ഷീ റീഡ്സ് എന്നേ പറയും. അത് പ്രസൻ്റ് ആണ്. പക്ഷേ അവൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ബുക്ക് വായിച്ചു എന്ന് പറയണമെങ്കിൽ ഷീ റെഡ് എ ബുക്ക് ലാസ്റ്റ് വീക്ക് എന്ന് പറയണം. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പ്രാഥമികമായിട്ട് ഇത്രയും മാത്രമേ പറയാനുള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ.
എല്ലാം കൂടി ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ലെങ്ത് വർദ്ധിക്കും, നിങ്ങൾക്കത് പഠിക്കാനും അസൗകര്യമാണ്. അതുകൊണ്ടൊരു കുഞ്ഞു കാര്യം മാത്രമേ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഈ സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് നമ്മൾ പഠിക്കും, ഇതിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാമെന്ന് പഠിക്കും, ഇതിനെ എങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആക്കാമെന്ന് പഠിക്കും. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ലെസണുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വീണ്ടും എത്തും. Till then, bye.